മൈ ലൈഫാണ്. നമ്മളിന്ന് അമ്മയുടെ വീട്ടിലേക്ക് പോവാണ്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു വീട്ടിൽ റോഡരികിലായിട്ട് ദേ ഒരു കണിക്കൊന്ന മരം നിൽപ്പുണ്ട്. അതിൽ നിറയെ പൂവും പിടിച്ചിരിപ്പുണ്ട്. വിഷു കഴിഞ്ഞിട്ടും ദേ ഈ കണിക്കൊന്ന മരം നിറയെ പൂവാണ്. എന്ത് മനോഹര കാണാനല്ലേ. നമ്മൾ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നത് ബസ്സിനാണ്. അങ്ങനെ ദേ വീട്ടിലെത്തി. 11 മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. ഇവിടെ എത്തിയപ്പോൾ സമയം 1 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ദേ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങളെല്ലാവരും സംസാരിച്ചിരിക്കുകയാണ്. പിന്നെ ദേ ഞാൻ കുറേ നേരം അപ്പുവായിട്ട് കളിച്ചൊക്കെ ഇരുന്നു. അവൻ ദേ തടവി തരാനൊക്കെ ആയിട്ട് നിൽക്കുകയാണ് ഇങ്ങനെ. ആ കിടന്നോ. പിന്നെ ഞങ്ങൾ ചേച്ചിയമ്മയും കൂട്ടി കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ടായിരുന്നു. അവിടെയായിട്ട് പോവാണ് ഞങ്ങൾ. ആദ്യം ഞങ്ങൾ പള്ളിയിലാണ് പോയത്. അവിടുന്ന് പ്രാർത്ഥിച്ചിറങ്ങി. ഇപ്പോഴത്തെ ചൂട് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ ദേ ഞങ്ങളൊരു സർബത്ത് കുടിക്കാനായിട്ട് കയറി. അടുത്തായിട്ട് ഞങ്ങളൊരു ചെരുപ്പ് കടയിലാണ് കയറിയത്. അവിടുന്ന് നമ്മൾ ചെരുപ്പൊക്കെ നോക്കി സെലക്ട് ചെയ്തു. അപ്പോൾ ഇഷ്ടപ്പെട്ടൊക്കെ സെലക്ട് ചെയ്തിട്ട് നമ്മളത് വാങ്ങി നമ്മൾ തിരിച്ച് പോവുകയാണ് ഇനി അടുത്ത കടയിലേക്ക്. അപ്പോൾ അടുത്തായിട്ട് ഞങ്ങൾ പോയത് ബെഡാ ബസാറിലാണ്. അപ്പോൾ ദേ നമ്മളങ്ങനെ നടന്ന് ബെഡാ ബസാറിലെത്തി. അവിടുത്തെ ഈ ബാക്ക് ടു സ്കൂൾ ഐറ്റംസ് ഇപ്പോഴേ വന്നിട്ടുണ്ട്. ഇതേ കോഡ്, ഈ കോഡ് നോക്കൂ എന്തൊരു ക്യൂട്ടാണെന്നല്ലേ. അപ്പം ഇപ്പോഴേ ബുക്കും സ്റ്റേഷനറി ഐറ്റംസും ബാഗും ഒക്കെ വന്നിട്ടുണ്ട്. ബാക്ക് ടു സ്കൂൾ ഐറ്റംസ് എല്ലാം വന്നിട്ടുണ്ട്. അതും പല പല വെറൈറ്റി. ഇത് ഫോൺ പോലത്തുള്ള എറേസറാണ്. അതെ ഗൈസ്, പല പല വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. സ്റ്റേഷനറിയിലായാലും എന്തോരം വെറൈറ്റി കളക്ഷൻസ് ആണെന്നൊക്കെ. അപ്പോൾ അവർ ഞങ്ങൾ വാങ്ങാൻ വന്ന സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് ഇതെല്ലാം കാണിച്ചു തന്നത്. അപ്പോൾ നമ്മൾ വാങ്ങിക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനി നമ്മൾ ബില്ലടിക്കാനായിട്ട് വന്നു. ഈ യൂണിക്കോൺ എങ്ങനെയുണ്ട്? എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ് ഇത്. അപ്പോൾ ദേ അങ്ങനെ എല്ലാം നമ്മൾ വാങ്ങിച്ചു, ബില്ലടിച്ചു. നമ്മൾ പോവുകയാണ് ഇനി അടുത്ത കടയിലേക്ക്. അടുത്തായിട്ട് നമ്മൾ വന്നിട്ടുള്ളത് ഈ മൺപാത്രങ്ങളൊക്കെ വിൽക്കുന്ന കടയിലാണ്. നമ്മളവിടെ അടുപ്പ് വാങ്ങാനായിട്ട് വന്നതാണ്. നോക്കിയപ്പോൾ ഇതേ എന്തോരം കളക്ഷൻസ് ചെയ്യും മൺപാത്രം. ഞാൻ കാണാത്തതായിട്ട് കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. അവരവിടെ അടുപ്പ് നോക്കാണ്. ഇത് കണ്ടോ, ഇത് നാരങ്ങാനീര് പിഴിയുന്ന തടി കൊണ്ടുള്ള സാധനമാണ്. അങ്ങനെ എന്തോരം വെറൈറ്റി സാധനങ്ങൾ. ഈ ചാക്കിൽ മഞ്ഞൾ ഉണക്കിയതാണ്. എന്തൊരു മണമെന്നറിയാവോ, നല്ല മണം കേട്ടോ ഇതിന്. അപ്പോൾ ദേ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് ഇത്രയേ ഉള്ളൂ. ഇന്നൊരു ഷോപ്പിംഗ് ഡേ ആയിരുന്നു. ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ദേ ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ ദേ ഞങ്ങൾ തിരിച്ച് വന്നിട്ട് ദേ അപ്പുവിൻ്റെ മുടി ഞങ്ങൾ ചീപ്പാണ് ഇവിടെ. അപ്പോൾ ഇതിനൊക്കെ അവൻ നിന്ന് തരും. അവന് ഇതൊക്കെ ഇഷ്ടമാണ്, കുളിക്കാനൊക്കെ ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൻ നിന്ന് തരും. അപ്പോൾ ദേ കിച്ചു ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. 4-4:30 ഇപ്പോൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ച് അമ്മയുടെ വീട്ടിലെത്തി. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ചു, സംസാരിച്ചൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു 6 മണിയായപ്പോൾ നമ്മൾ അവിടെ തിരിച്ച് വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇന്ന് യാത്രയും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ഫ്രണ്ട്സ്.